2025 ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി അവസാന ടീം പ്രഖ്യാപിച്ചു. നേരത്തെ തന്നെ ടീം പ്രഖ്യാപിച്ച ഇന്ത്യ ഇപ്പോൾ നിർണായകമായ 2 മാറ്റങ്ങൾ കൂടി ടീമിൽ വരുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി ജസ്പ്രീത് ബുംറയെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പരമ്പരയ്ക്കിടെ പരിക്കേറ്റ് സ്റ്റാർ പേസർക്ക് ഫിറ്റ്നസ് വീണ്ടെടുക്കാനായിട്ടില്ല. ബുംറയുടെ അഭാവം ഇന്ത്യക്ക് കടുത്ത തിരിച്ചടിയാവുമെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യ പാകിസ്ഥാൻ ചിരവൈരി പോരാട്ടമടക്കം നടക്കാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുംറയുടെ ബൗളിംഗിലേക്കായിരുന്നു. മുഹമ്മദ് ഷമിയുടെ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിരയുടെ പ്രകടനം എങ്ങനെയുണ്ടാകുമെന്ന് കണ്ടറിയണം. ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ സീനിയർ പേസർ മുഹമ്മദ് സിറാജിനെ ഇന്ത്യ ടീമിലേക്ക് വിളിക്കുമെന്നതാണ് എല്ലാവരും കരുതുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ICC ഏകദിന ബൗളർമാരുടെ റാങ്കിങ്ങിൽ തലപ്പത്തേക്കെത്തിയ താരമാണ് മുഹമ്മദ് സിറാജ്. എന്നാൽ ബുംറയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിലും സിറാജിനെ ഇന്ത്യ പരിഗണിച്ചിരുന്നില്ല. പകരം ഗൗതം ഗംഭീറിന്റെ ഇഷ്ടതാരവും യുവ പേസറുമായ ഹർഷിത് റാണയ്ക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. സിറാജിനെ ഇന്ത്യ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും പേസ് ബൗളർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ സിറാജിന് ടീമിലേക്ക് വിളിയെത്തും. ഇന്ത്യൻ ടീമിനൊപ്പം ഹർഷിത് ഏകദിന അരങ്ങേറ്റം നടത്തിയത് നടന്നുകൊണ്ടിരിക്കുന്ന ഏകദിന പരമ്പരയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ താരത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറയ്ക്ക് പകരക്കാരനാക്കുമ്പോൾ എന്താവും അവസ്ഥയെന്ന് കണ്ടറിയണം. ഇന്ത്യയുടെ ഇടം കയ്യൻ ഓപ്പണറായ യശ്വസി ജയ്സ്വാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എക്സ് ഫാക്ടർ ആകുമെന്നതാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ ഇപ്പോൾ ജയ്സ്വാളിനെ ടീമിൽ നിന്ന് നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടായി തഴഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലൂടെയാണ് ജയ്സ്വാൾ അരങ്ങേറ്റം നടത്തിയത്. ബാറ്റിംഗിൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ജയ്സ്വാളിന് സാധിക്കാതെ പോയി. ഇതോടെ 2ാം മത്സരത്തിൽ നിന്നും താരത്തെ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജയ്സ്വാളിനെ തഴഞ്ഞത് പകരം വരുൺ ചക്രവർത്തിക്കാണ് അവസരം നൽകിയത്. സ്പിന്നറായ വരുൺ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. ദുബായിലെ സാഹചര്യത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന സ്പിന്നറാണ് വരുൺ. നേരത്തെ IPL താരം അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിലയിരുത്തിയാണ് ഇന്ത്യ ഇത്തരമൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇന്ത്യ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടായി മീഡിയം പേസ് ഓൾറൗണ്ടർ ശിവം ദുബെയെയും പരിഗണിച്ചിട്ടുണ്ട്. ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ദുബെയെ ഹാർദിക്കിന്റെ ബാക്കപ്പായാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ കരുത്തുറ്റതെന്ന് വിളിക്കാം. എന്നാൽ പേസ് നിര ശരാശരി മാത്രമാണ്. ഇന്ത്യ സ്പിൻ നിരയിൽ വിശ്വാസം അർപ്പിച്ചാണ് ഇറങ്ങുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ നിലവിലെ ഇന്ത്യയുടെ ടീമിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KN രാഹുൽ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, മുഹമ്മദ് ഷമി, അർഷ്ദീപ് സിംഗ്, രവീന്ദ്ര ജഡേജ, വരുൺ ചക്രവർത്തി.